ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ പ്രൊജക്റ്റാണ്. ആകെ 14 ദിവസം മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 14 എയർ ഡ്രോപ്പ്. പ്രൊജക്റ്റിൻ്റെ പേര് GM.AI എന്നാണ്. സോ ഇതൊരു ഓപ്പറേറ്റിംഗ് ലെയർ ഓഫ് സൊളാന എയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ ഇതൊരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലീഗൊക്കെ കളിക്കുന്നവരായിരിക്കും. ലീഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ ഒരു ഗെയിം കണ്ടിട്ടുണ്ടോ? സോ ആ ബ്ലോക്കിൻ്റെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, ചിലപ്പോൾ സമയത്ത് നമുക്ക് കുറേ പേർക്ക് ചിലപ്പോൾ ആ ഗെയിം കളിക്കാനറിയില്ല. സോ ആ കളിക്കാനറിയാത്തവർക്ക് ഓൾറെഡി ബ്ലോക്ക് ഉണ്ടാവും, പക്ഷേ കളിക്കാനായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അതുകൊണ്ട് കുറേ ഓസം തിങ്സ് ഉണ്ടായിക്കൂടെ, അതായത് കുറച്ചുകൂടി നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടായിക്കൂടെ. സോ അതുപോലത്തെ ഒരു ഹെൽപ്പിംഗ് ലെയർ ആണ് ഈ ഒരു GM.AI എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സൊളാന എക്കോ സിസ്റ്റത്തിൽ ആളുകൾക്ക് ഡാപ്സും അല്ലെങ്കിൽ ഡിഫൈ സിസ്റ്റം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെയറാണ്. അതായത് അവർക്ക് APIയും SDK ഒക്കെ കൊടുത്ത്, API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസും അതുപോലെ തന്നെ SDK ഒക്കെ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഈ ഡെവലപ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെയറാണ് GM.AI എന്ന് പറയുന്നത്. സോ യൂസ് കേസ് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു യൂസ് കേസാണ്. അതുപോലെ തന്നെ ആകെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചറപ്പറ ടോക്കണൊന്നും വലിച്ചു വരുന്നില്ല. ആകെ 10 മില്യൺ ടോക്കൺ മാത്രമാണ് എയർ ഡ്രോപ്പിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് 1% ടോട്ടൽ സപ്ലൈ മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ച് മാത്രമായിരിക്കും ഈ എയർ ഡ്രോപ്പിന് എന്തെങ്കിലും കിട്ടുക എന്നുള്ളത്. വളരെ എളുപ്പമാണ്. ടാപ്പിംഗ് സംഭവങ്ങളൊന്നുമില്ല. ഇവരുടെ പ്രൊജക്റ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എയർ ഡ്രോപ്പ് കൊണ്ട്, ഈ ഒരു ബോട്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇവരുടെ എക്കോസിസ്റ്റം ആയിട്ട് വളരെയധികം ഇടപഴകുക, അതായത് ഈ എക്കോസിസ്റ്റം മര്യാദയ്ക്ക് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരൊരു എയർ ഡ്രോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്കതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ കയറി ചെയ്തോളൂ. സോ നമുക്ക് നേരെ അതിൻ്റെ എയർ ഡ്രോപ്പിലോട്ട് പോകാം. സോ ഇതാണ് അവരുടെ ബോട്ട്. തുറക്കുമ്പോൾ ഇങ്ങനെയായിട്ട് കാണാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും 10 മില്യൺ GM ടോക്കൺ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളിവിടെ ഏൺ ചെയ്യുന്നത് GM ടോക്കൺ അല്ല, നിങ്ങളിവിടെ ഏൺ ചെയ്യുന്നത് GEM എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അതിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? GM ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മേലെയായിട്ട് നിങ്ങളുടെ യൂസർ നെയിമും വാലറ്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ വാലറ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും താഴെ. അതുപോലെ നിങ്ങൾ ഏൺ ചെയ്ത ഇവിടെ പോയിൻറ്റ്സ് കാണാം. അതുപോലെ തന്നെ ആ പോയിൻറ്റ്സിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾ GM ടോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ GM ടോക്കണോട് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ടോട്ടൽ പ്രൈസ് റൂൾസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഓൺ ബോർഡിംഗ് എന്ന സംഭവത്തിൽ നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈനപ്പ് എന്ന സംഭവം, അത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൈനപ്പ് ആയിക്കോളും. പിന്നെ ക്രിയേറ്റ് വാലറ്റ് ആണ്. സോ ക്രിയേറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒന്നുകിൽ ഇവിടെ പോയിട്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും അറ്റത്ത് കാണുന്ന വാലറ്റില്ലേ, അവിടെ പോയിട്ട് ക്രിയേറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രേസ് കീ വരും. ആ ഫ്രേസ് കീ എന്ത് ചെയ്യുക, ഞാനിവിടെ ബ്ലർ ആക്കിയേക്കാണ്. ആ ഫ്രേസ് കീ എന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും എടുത്ത് വയ്ക്കുക. ഞാനപ്പോൾ എല്ലാ പ്രാവശ്യം പറയില്ല, ഇതൊക്കെ എടുത്തു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പറയാൻ നിൽക്കുള്ളത്. കാരണം ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. സോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ്ഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ആ അടിച്ചു കൊടുത്ത ഫ്രേസ് കീയുടെ കറക്റ്റ് ഓർഡറിൽ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ 12ാമത്തെ 3ാമത്തെ 6ാമത്തെ കറക്റ്റ് ഫ്രേസ് കീയുടെ ഓർഡറിൽ ഞാൻ അടിച്ചു കൊടുത്തു. അത് ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വാലറ്റ് ക്ലിയർ ചെയ്യുന്ന കാണിക്കുന്നു. ഞാൻ സ്റ്റാർട്ട് ഏണിംഗ് കൊടുക്കുന്നു. സോ എൻ്റെ ആ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആ ടാസ്ക് കംപ്ലീറ്റ് ആയി ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ടാസ്ക് പറഞ്ഞിട്ട് കാണാൻ പറ്റും. 16,000 GM ആണ് നമുക്ക് അവിടെ കിട്ടുക. അവിടെ പറഞ്ഞിരിക്കുന്നത് കുറേ അവരുടെ ടാസ്കുകളാണ്. വളരെ എളുപ്പമാണത്. GMA വെബ്സൈറ്റ് എടുക്കുക, അവരുടെ ഡോക്സ് വായിക്കുക, അതുപോലെ തന്നെ കുറേ വായിക്കാനാണ് അവരുടെ, അതായത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള കാര്യങ്ങളും അവരുടെ വെബ് ഇൻ്റർഫേസൊക്കെ ആയിട്ട് ഇടപഴകുക എന്നുള്ള കാര്യങ്ങളോട് കൂടിയാണ്. കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം ടോക്കൺസ് കിട്ടും. സോ ആ ടോക്കൺസ് ഒന്നും മിസ്സാക്കരുത്. എല്ലാ ടോക്കൺസും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ ബേസിക് ടാസ്ക് ഞാൻ പറയുന്നത്, അടുത്ത ടാസ്ക് വന്നത് OG ടാസ്ക്കാണ്. ഈ OG ടാസ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറേ GMID എന്ന് പറഞ്ഞാൽ കുറേ കാർഡുകൾ പോലെയുണ്ട്. GMIDയുടെ ഗോൾഡും സിൽവർ കാർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരെ കുറച്ച് ടോക്കൺസ് ഉണ്ട്. ഇവരെ ചിലപ്പോൾ മീം കോയിൻസ് ആയിരിക്കാം. ഈ സൊളാന മെംസിസിലുള്ളതായിരിക്കും. GM കാറ്റ് വെയിൽസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോയിൻസ് ഉണ്ട്. സോ ആ കോയിൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോയിൻസിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാലറ്റിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോന്നിടക്കും കാണാൻ പറ്റും. ഇപ്പോൾ GMID സിൽവർ ഹോൾഡർ എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കണ്ടോ, ഈ വാലറ്റ് അഡ്രസ്സിലേക്ക്, ഈ കാർഡ് വാലറ്റ് അഡ്രസ്സിലേക്ക് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവിടെ എത്തും. ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 7,000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് ഫണ്ട് കൊടുത്ത് വാങ്ങണം. ഇവരുടെ സൈറ്റിലൊക്കെ പോയിട്ട് ഫണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. സോ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ടാസ്കുകളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഈ ടാസ്കുകളൊക്കെ ഈ GM കാറ്റ് വെയിൽസ് സംഭവങ്ങളൊക്കെ ഓരോ ടോക്കൺസ് ആണ്. ഈ ടോക്കൺസ് ഹോൾഡ് ചെയ്തിട്ടുള്ളവർ ഈ ടോക്കൺസിന് വാലറ്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം, ആ പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഈ ടോക്കൺസ് ഫാൻഡത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡെക്സിൽ പോയിട്ട് ഈ ടോക്കൺസ് അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്നായാലും മേടിച്ചാൽ മതി. അടുത്ത ഡെയിലി ടാസ്ക്കാണ്. ഡെയിലി ടാസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെയിലി ചെക്ക് ചെയ്യുന്ന ടാസ്ക് ഉണ്ട്. അത് എല്ലാ ദിവസവും ഡെയിലി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 വെച്ച് കിട്ടും. പിന്നെ അവരുടെ കുറച്ച് ട്വീറ്റുകൾ സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ റീട്വീറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെയും പോയിന്റ്സ് സ്വന്തമാക്കാൻ പറ്റും. അത് ട്വിറ്ററായിട്ട് ചെയ്യുന്നതാണ്. അടുത്ത ഓൺ ബോർഡിംഗ് ആണ്. ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞ ടാസ്ക് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. സോ ഇത്രയാണ് മെയിനായിട്ട് ഇതിലുള്ള 3 ടാസ്കുകൾ എന്ന് പറയുന്നത്. ഓൺ ബോർഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ തുടങ്ങുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത്യാവശ്യം കുറച്ച് GM പോയിന്റ്സ് കിട്ടും.
അടുത്തായിട്ട് ലീഡർ ബോർഡാണ്. സോ ലീഡർ ബോർഡിൽ ടോപ്പ് വെക്കുന്നവർക്ക് അതിൻ്റെതായ ചിലപ്പോൾ ഗിഫ്റ്റുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ GM ടോക്കൺസ് അതുപോലെ കിട്ടും ചെയ്യാം. അടുത്തായിട്ട് റെഫറലാണ്. സോ നിങ്ങളുടെ ലിങ്കിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ റിവാർഡ് കിട്ടും. അടുത്ത് GM.AYയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട GM കാറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കണ്ടില്ലേ, അതൊക്കെ എന്ത് ചെയ്യും, അതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം ഒഫീഷ്യൽ മെം കോയിൻ ഓഫ് GMA ആണെന്ത് ഈ ഒരു ടോക്കൺ എന്ന് പറയുന്നത്. സോ ടോക്കൺ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ GMCat.A എന്ന് പറഞ്ഞ സംഭവം കിട്ടും. അവിടെ നിന്ന് എന്ത് ചെയ്യാം, ട്രേഡ് GMCat നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ റേഡിയത്തിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സൊളാന ഉപയോഗിച്ചിട്ട് വാലറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അത് ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. ഓക്കെ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാശ് ഉള്ളവർ മാത്രം അല്ലെങ്കിൽ ഫണ്ടുള്ളവർ മാത്രം ഈ ടാസ്ക് ഒക്കെ ചെയ്താൽ മതി. പിന്നെ ഇവിടെ എക്കോസിസ്റ്റിനെ കുറിച്ച് കുറേ ആൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇതിലവർ നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് പേപ്പറാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതൊക്കെ വായിച്ച് നോക്കി നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും. വാലറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അയക്കുന്നത് സൊളാനോ എന്തെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വാലറ്റിൻ്റെ അഡ്രസ്സ് കിട്ടും. ആ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് ചെയ്യാം, ഫണ്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് മെയിൻ ഹോം സ്ക്രീനിൽ കാണുന്ന ഒരു കൺവേർട്ട് എന്ന ഓപ്ഷനാണ്. സോ ഈ കൺവേർട്ട് എന്ന ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല. സോ അത് എയർ ഡ്രോപ്പ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക അവൈലബിൾ ആവുക. സോ നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് ഇവിടെ എന്ത് ചെയ്യാം, ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിനെ ഓരോ ടോക്കൺസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1000 ഡയമണ്ട്സിന് ഒരു GM ടോക്കൺ ആണ് നിങ്ങൾക്ക് കിട്ടുക. സോ അത്രയും വളരെ കുറവ് മാത്രമേ കിട്ടുക. 1000:1 എന്ന റേഷ്യോയിലാണ് കൊടുക്കുന്നത്. സോ അത്രയും വളരെ ടോക്കൺസ് മാത്രമേ ഉള്ളൂ. സോ മാക്സിമം നിങ്ങൾ ഇതിൽ ഡെയിലി ചെക്കിന് ഒന്നും മറക്കാതെ നിങ്ങൾ ആക്കിനാക്കി പ്രോജക്റ്റ് പോലെ തന്നെ ഒറ്റ ദിവസം മറക്കാതെ ഡെയിലി ലോഗിൻ ചെയ്തത് കംപ്ലീറ്റ് ആക്കാൻ നോക്കിയോളൂ. സോ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 14 ഓഗസ്റ്റിനാണ് ക്ലെയിം ചെയ്യുക. സോ മസ്റ്റായിട്ടും നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യുക, എല്ലാവരും മറക്കരുത്. ഇതിൽ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. OG ടാസ്ക് ഒഴിച്ച് ബാക്കി എല്ലാ ടാസ്കുകളും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. സോ ബേസിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16,000 പോയിന്റ്സ് എന്തായാലും കിട്ടുന്നതായിരിക്കും. അതുപോലെ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ 1000 പോയിന്റ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഒറ്റ പോയിന്റ് കളയരുത്, പോയിന്റ് കളയാതെ ചെയ്യാൻ നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.